إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസി വിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിതത്തെ പ്രകാശമാനമാക്കുകയും പാരത്രിക ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ മരണം വരെ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഏവരെയും അതിന് സഹായിക്കുകയും തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന സുന്നത്തുകൾ അത് വിസ്മരിക്കപ്പെടുകയും പ്രവാചകൻ പഠിപ്പിച്ചു തരാത്ത പുത്തനാചാരങ്ങൾ അഥവാ ബിദ്അത്തുകൾ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഏവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പഴയ ബിദ്അത്തുകൾ നിലനിൽക്കെ തന്നെ പുതിയ പുതിയ ബിദ്അത്തുകൾ വ്യത്യസ്തമായ കോലത്തിലും വേഷത്തിലും രൂപത്തിലും വർണ്ണത്തിലുമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് സുന്നത്ത് എന്നും എന്താണ് ബിദ്അത്ത് എന്നും ഓരോ മുസ്ലിമും നിർബന്ധ ബുദ്ധിയാ സഗൗരവത്തിൽ പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതല്ലാത്ത പക്ഷം സുന്നത്ത് എന്താണെന്നോ ബിദ്അത്ത് എന്താണെന്നോ മനസ്സിലാക്കാതെ സുന്നത്തും ബിദ്അത്തും ഇവ രണ്ടും കൂട്ടിക്കലർത്തി കൂട്ടിക്കിഴച്ച് അമലുകൾ ചെയ്യുമ്പോൾ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ നാം ചെയ്ത ഒരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല. എല്ലാ ആഴ്ചയിലും സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് യൗമുൽ ജുമുഅ എന്നും ദിവസങ്ങളുടെ നേതാവാണ് യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസമെന്നും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചപ്പോൾ ആ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി സുന്നത്തുണ്ട് എന്ന് പഠിപ്പിച്ച ഒരു സുന്നത്താണ് വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം അൽ കഹ്ഫ് സൂറത്ത് ഓതുക എന്നുള്ളത്. ഈ സൂറത്ത് നമ്മളോട്
എല്ലാ ആഴ്ചയിലും ഓതുവാൻ പ്രത്യേകമായ അതിൽ ഹിക്മത്തുണ്ട് എന്ന് ഈ സൂറത്തിനെ വിശദീകരിച്ച മുഫസ്സിരീങ്ങളും അതുപോലെ തന്നെ പ്രവാചകൻ്റെ ഹദീസുകളിലും ധാരാളം ശ്രേഷ്ഠതകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ആ വിഷയത്തിലേക്ക് വിശദീകരണമായി ഞാൻ കടക്കുന്നില്ല. മറിച്ച് നമ്മളൊക്കെ പാരായണം ചെയ്ത് ചിലപ്പോൾ പല ആയത്തുകളും അതിൽ നിന്ന് മനഃപ്പാടമാക്കിയിട്ടുണ്ടാകും. എന്നാൽ ആ സൂറത്ത് അവസാനിക്കുന്നത് 110 ആയത്തുകളിലൂടെ. അതിൽ 103, 104 ആയത്ത് പ്രത്യേകം നമ്മൾ കണ്ണു തുറന്ന് മനസ്സിരുത്തി ഓതേണ്ട ആയത്തുകളാണ്. അള്ളാഹു പറയുന്നുണ്ട് നബിയെ വിളിച്ചുകൊണ്ട്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. നബിയെ അള്ളാഹു വിളിക്കുകയാണ്, ഓ നബിയെ, അമലുകൾ ചെയ്ത് ഇബാദത്തുകൾ ചെയ്ത് ആ ഇബാദത്തുകൾ തന്നെ ഏറ്റവും നഷ്ടപ്പെടുത്തിയ ആളുകൾ, പിഴച്ച ഇബാദത്തുകൾ ചെയ്ത ആളുകളെ കുറിച്ച് നാം താങ്കൾക്ക് അറിയിച്ചു തരട്ടെയോ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അവർ ചെയ്തതൊക്കെ ഇബാദത്തുകളാണ്. പക്ഷെ അവർ ചെയ്ത ഇബാദത്തുകളെ കുറിച്ച് അള്ളാഹ് എന്താ പറഞ്ഞത്? അൽ അഖ്സരീന അമാല എന്നാണ്. ഏറ്റവും പിഴച്ച ഇബാദത്താണ് അവർ ചെയ്തിട്ടുള്ളത്, ഏറ്റവും നഷ്ടപ്പെടുത്തിയ ഇബാദത്താണ് അവർ ചെയ്തിട്ടുള്ളത്. തുടർന്ന് 104-ാമത്തെ ആയത്തെ അള്ളാഹ് പറയാൻ, അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ എന്ന് പറഞ്ഞു. ഈ നഷ്ടപ്പെടുത്തിയ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ഈ ഭൗതിക ലോകത്ത് ദുനിയാവിൽ ചെയ്ത അമലുകളാണ്. പക്ഷെ അവർ ചെയ്യുമ്പോഴൊക്കെ അവരുടെ മനസ്സിൽ അവർ വിചാരിക്കുന്നത് എന്താ? യുഹ്സിനൂന സുൻആ എന്നാണ്. ഞങ്ങൾ ചെയ്യുന്ന അമലുകളൊക്കെ നല്ല പ്രതിഫലം കിട്ടുന്ന ഖൈറായ നന്മയുള്ള പ്രതിഫലം അമലാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചാണ് ഈ അമലുകളൊക്കെ ഈ സാധുക്കൾ. അല്ലദീന ളല്ല സഅയും, സഅയ് എന്നാൽ വിശ്രമമില്ലാതെ, മടിയില്ലാതെ, മടുപ്പില്ലാതെ ഒരു അമല് ചെയ്യുന്നതിനെ സഅയ് നടത്തുക എന്ന് പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ജുമഅയെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമഅത്തി ഫസ്ഔ എന്ന് പറഞ്ഞത്. സാധാരണ പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്ന പോലല്ല നീ വെള്ളിയാഴ്ച ജുമഅക്ക് വരേണ്ടതെന്ന്. ഫസ്ഔ ഇലാ ദിക്രില്ലാ എന്ന്. ബാങ്ക് കേൾക്കുമ്പോൾ വേഗം ഓടി വരാന്നല്ല അതിൻ്റെ അർത്ഥം. വെള്ളിയാഴ്ച ദിവസം ജുമഅ ഉണ്ട്. ആ ജുമഅയിൽ പ്രധാനപ്പെട്ടതാണ് ഖുത്ബ എന്നുള്ളത്. അതുകൊണ്ട് ഇമാം മിമ്പർമേൽ കയറുന്ന മുമ്പ് തന്നെ ആ ഖുത്ബ ശ്രവിക്കാൻ വേണ്ടി ഞാൻ എത്തണം. അതുകൊണ്ട് രാവിലെ സുബഹി മുതൽ അവൻ്റെ പ്ലാന് അതായിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല അവൻ്റെ ഭൗതികമായ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടി സമയം കിട്ടുമ്പോൾ, ബാങ്ക് കിട്ടുമ്പോൾ അതുകൊണ്ട് ഓടി വരുന്നതിനല്ല സഅയ് എന്ന് പറയാം. അന്ന് ഭൗതികമായ മറ്റു ഇടപാടുകളൊക്കെ മാറ്റിവെക്കണം എന്നതിൻ്റെ അർത്ഥം. അതേ വാക്കാണ് അള്ളാഹ് ഇതിൽ പറഞ്ഞത്, അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ. അവർ ഭൗതിക ജീവിതത്തിൽ മരിക്കോളം ചെയ്തത് വിശ്രമമില്ലാത്ത കഠിനാധ്വാനവും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അത്യാഗ്രഹത്തോടു കൂടി ചെയ്തതാണ്. പക്ഷെ എന്താ അള്ളാഹ് പറഞ്ഞത്? ആ അമലുകളെ ചെയ്തവരാണ് നാളെ ഏറ്റവും വലിയ വഴിപിഴച്ച ആളുകൾ, നഷ്ടക്കാർ എന്ന് പറഞ്ഞു. എന്താ അതിന് കാരണം? അവർ ചെയ്ത അമലുകളിലെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തില്ല, പ്രവാചകന്റെ കൽപ്പനയില്ല, പ്രവാചകന്റെ ചര്യയില്ലാത്ത കാര്യം, പ്രവാചകന്റെ മുദ്ര കുത്താത്ത കാര്യമാണ്, സീല് വെക്കാത്ത കാര്യമാണ്. ചെയ്തതൊക്കെ നല്ലതാണെങ്കിലും പ്രവാചകന്റെ ചര്യയിൽപ്പെട്ട കാര്യമല്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ചെറുതും വലുതുമായ അമല് നാളെ പരലോകത്തേക്ക് ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പഠിക്കണം. അത് അതിൻ്റെ വണ്ണം എത്രയാണ്, എണ്ണം എത്രയാണ്, അത് എപ്പോൾ ചെയ്യേണ്ടതെന്നും നമ്മൾ പഠിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ കർമ്മങ്ങൾ പരിപൂർണമായി അള്ളാഹ് സ്വീകരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ കർമ്മങ്ങളൊക്കെ ചെയ്ത് നാളെ പരലോകത്ത്
വൻ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമെന്നാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രവാചകന്റെ ചര്യ ഉണ്ടാകാത്തൊരു അമലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല, അത് എത്ര നല്ലതായിക്കോട്ടെ. ഇർബാൽ ഇബ്നു സാരിയ റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു സുദീർഘമായ ഹദീസ് ഉണ്ട്. അദ്ദേഹം പറയാണ്, വഅലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇലതൻ ബലീഅതൻ. പ്രവാചകന്റെ അവസാന കാലഘട്ടമായ സമയത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് പ്രവാചകൻ മിമ്പറമിൽ നിന്ന് വളരെ ഗൗരവത്തിലുള്ള ചില ഉപദേശങ്ങൾ ഞങ്ങൾക്ക് അഭിസംബോധനം ചെയ്തുകൊണ്ട് പ്രവാചകൻ ഞങ്ങളെ ഉപദേശിച്ചു എന്നാണ്. ആ ഉപദേശത്തിന്റെ കനവും വണ്ണവും ഗൗരവം എത്രയാണെന്ന് സ്വഹാബി പറയാണ്. ദറഫത്ത് മിൻഹൽ ഉയൂനു വവജലത്ത് മിൻഹൽ ഖുലൂബ്. പ്രവാചകന്റെ വായിൽ നിന്ന് സവിധത്തിൽ നിന്ന് തിരുമൊഴിയായി ഞങ്ങൾക്ക് ഉപദേശം നൽകുമ്പോൾ അത് ഓരോ വാക്കുകൾ നമ്മളുടെ നെഞ്ചത്ത് കുത്തുന്നതായിക്കൊണ്ട് തന്നെ ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ പൊഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വവജലത്ത് മിൻഹൽ ഖുലൂബ്. ഹൃദയം എങ്ങനെ പേടിച്ച് കിടുകിട വറക്കുന്നുണ്ടായിരുന്നു. പ്രവാചകൻ സംസാരിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. ആ ഉപദേശത്തിന്റെ ആഴമെത്രയാണ്, ഗൗരവമെത്രയാണ് എന്ന് സ്വഹാബത്ത് വിശദീകരിക്കുകയാണ്. അത് ഓരോ വാക്കും പ്രവാചകന്റെ വായിൽ നിന്ന് വരുമ്പോൾ ഞങ്ങളുടെ നെഞ്ചിലേക്ക് അത് തുളച്ചു കയറുകയും അത് മുഖാരം ഞങ്ങളുടെ ഹൃദയം പേടിക്കുകയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകുന്ന ഉപദേശമായിരുന്നു. അത് കേട്ടപ്പോൾ ഞങ്ങൾ പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ കഅൻഹ മൗഇലത്തും മുവദ്ദ. ഇതൊരു വിടവാങ്ങൽ പ്രസംഗമാണല്ലോ. ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നവന്റെ അവസാന നിമിഷത്തിലുള്ള സാരോപദേശമായിട്ടാണല്ലോ ഇത് ഞങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിച്ചതു എന്ന് സ്വഹാബത്ത് പ്രവാചകനോട് തിരിച്ചു ചോദിച്ചപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ ഫഊസീന, അതുകൊണ്ട് ഞങ്ങൾക്ക് ചില ഉപദേശങ്ങൾ ഇനിയും തന്നാലും എന്ന് പ്രവാചകനോട് അവർ തിരിച്ചു പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഫഖാല ഉസീകും ബിത്തഖ്വല്ലാഹി വസ്സംഇ വത്ത്വാഅ. നിങ്ങൾ അള്ളാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും സദാ നിരീക്ഷിച്ച് സൂക്ഷിച്ച് ജീവിക്കണം. അള്ളാഹും റസൂലും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അനുസരിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണം. എന്നിട്ട് പ്രവാചകൻ പറയാണ്, فإنه من يعش منكم بعدي فسيرى اختلافا كثيرا فعليك بسنتي وسنة الخلفاء الراشدين المهديين. ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിനിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരും, അതില്ലാതിരിക്കൂല, പ്രത്യക്ഷപ്പെടും. റസൂൽ അതാ പറഞ്ഞത്. എനിക്ക് ശേഷം ഇനി ആരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോ ഈ ഇസ്ലാം ദീനിന്റെ പേരിൽ പല പ്രശ്നങ്ങളും പല ദീനിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും നിങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് വ്യത്യസ്തമായ കക്ഷികളിലേക്കല്ല നിങ്ങൾ പങ്കുചേരേണ്ടത്, മറിച്ച് ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങളും സമൂഹത്തിൽ തർക്കങ്ങളുമെല്ലാം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എൻ്റെ സുന്നത്തിലേക്ക് തിരിച്ചു മടങ്ങുക. ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ദീനായി പഠിപ്പിച്ചിട്ടുണ്ടോ അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. എനിക്ക് ശേഷം എൻ്റെ ഖുലഫാഉർ റാഷിദീങ്ങളായ 4 ഖലീഫമാരും അവർ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ദീനിന്റെ കാര്യങ്ങളായി പറഞ്ഞു തരുന്നത് അവരുടെ വാക്ക് കേട്ടും നിങ്ങൾ അവരെ വഴിപ്പെട്ട് ജീവിക്കുക. തമസ്സകൂ ബിഹിമാ, അത് നിങ്ങൾ മുറുകെ പിടിക്കുകയും ചെയ്യുക. വഅല്ലു അലൈഹാ ബിന്നവാജിസ്, ആ മുറുകെ പിടിക്കേണ്ട രൂപം പറയാണ്, നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് അത് കടിച്ചു പിടിക്കണം. സാധാരണ നമ്മളൊരു സാധനം അത് നമ്മൾ പിടിക്കുമ്പോൾ നമ്മളെ കൺട്രോളിൽ കിട്ടൂല എന്ന് കണ്ടപ്പോൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി കൈകൊണ്ടും മറ്റൊക്കെ പിടിച്ചു നോക്കുമ്പോൾ അത് നമുക്ക് കയ്യിൽ ഒതുങ്ങണില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് വായിലിട്ട് അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കും. ആ പ്രയോഗമാണ് ദീനുൽ ഇസ്ലാമിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ബിദ്അത്തുകളും കടന്നു വരുമ്പോൾ സുന്നത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ എന്തൊക്കെയാണോ ദീനായി പഠിപ്പിച്ചത് അത് നിങ്ങൾ പഠിക്കുകയും അത് ഗ്രഹിക്കുകയും അത് നമ്മൾ ചെയ്യുന്നവർ കുറച്ചാണെങ്കിലും സമൂഹത്തിൽ ധാരാളം ആളുകൾ പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യം നല്ലതല്ലേ എന്ന് കരുതി ചെയ്താലും ശരി,
അതിലേക്കല്ല നിങ്ങൾ പോകേണ്ടത്. ആ ന്യൂനപക്ഷമായ ആ സമൂഹം പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിങ്ങൾ ചേരുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ സൂക്ഷിക്കണം, ദീനിൽ പുതുതായ കാര്യങ്ങളെല്ലാം കടന്നു വരും. പ്രവാചകൻ പറഞ്ഞ പ്രവചനമാണ്, അത് നടക്കും. അത് മുസ്ലിം സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാകും. അതിൻ്റെ പേരിൽ നിങ്ങൾ ഛിന്ന ഭിന്നമാവുകയല്ല വേണ്ടത്, ദീനിൽ നിന്ന് പുറത്തു പോവുകയല്ല വേണ്ടത്. മറിച്ച് ദീനിൽ പുതുതായ പുത്തനാശയങ്ങളും പുത്തനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ശിർക്കൻ വിശ്വാസങ്ങളും എല്ലാം കടന്നു വരും. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, ദീനിൽ കടന്നു വരുന്ന പുതുതായ ആശയങ്ങളും പുത്തനാശയങ്ങളെല്ലാം തന്നെ ബിദ്അത്തുകളാണ്, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത കാര്യമാണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴിപിഴച്ചതാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ എന്തൊക്കെയാണോ സുന്നത്തായി നമ്മെ പഠിപ്പിച്ചത് അതിൽ നമ്മൾ മുറുകെ പിടിക്കുകയും പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അതിൽ ദീനിൽ എത്ര തന്നെ അതിൻ്റെ പിൻബലമുണ്ടെന്ന് പറഞ്ഞ് വാദമായി വന്നാലും ശരി, അതൊന്നും ദീനല്ല എന്നുമാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നാണ്. അല്ലാത്ത പക്ഷം കിട്ടുന്നതും കാണുന്നതും ഖൈറാണ്, നന്മയാണ്, നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇച്ഛക്കനുസരിച്ചുകൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കാത്ത ബിദ്അത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടുതലായി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പരലോകത്ത് സങ്കേതമായി ഒരുക്കി വെച്ചിട്ടുള്ളത് നരകമാണ് എന്ന് സൂറത്തുൽ അറാഫിലെ 179 ആയത്തിൽ പറയുകയാണ്. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അളൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ എന്ന് പറഞ്ഞു. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ധാരാളം ആളുകളെ നാം നരകത്തിന് വേണ്ടി പ്രത്യേകമായി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ്. എന്താണ് അവർക്ക് പ്രശ്നം? അവരുടെ വിശേഷണം എന്താ? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് മനസ്സുകളുണ്ട്, ആ മനസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല. വലഹും അഅ്യുനും ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട്, ആ കണ്ണുപയോഗിച്ചുകൊണ്ട് അവർ കാര്യങ്ങൾ കണ്ടറിയുന്നില്ല. വലഹും ആദാനും ലാ യസ്മഊന ബിഹാ, അവർക്ക് കാതുകളുണ്ട്, ചെവികളുണ്ട്, പക്ഷെ അവർ കാര്യങ്ങൾ ശരിയായി ശ്രദ്ധിച്ച് കേൾക്കുന്നില്ല. അവർ കേൾക്കേണ്ട കാര്യങ്ങളല്ല കേൾക്കുന്നത്, അവർ കാണേണ്ട കാര്യങ്ങളല്ല കാണുന്നത്, അവർ മനസ്സിൽ ഗ്രഹിക്കേണ്ട കാര്യങ്ങളല്ല അവർ ഗ്രഹിക്കുന്നത്, പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ആളുകൾ ഉലൈക കൽ അൻആം, അവർ കന്നുകാലികളെ പോലെയാണ്. ബൽഹും അളൽ, അവരെക്കാൾ പിഴച്ചവരാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ തന്നെയാണ് വഴിപിഴച്ച ആളുകൾ. അത്തരക്കാരെ നമ്മൾ പെട്ടുപോകരുത്. ഹൃദയമുണ്ട്, കണ്ണുണ്ട്, കാതുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ സോഷ്യൽ മീഡിയ, അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മൾ മൊബൈൽ. സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഏത് വിഷയത്തിലും എന്ത് അഭിപ്രായമുണ്ടെങ്കിലും അതും നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വീഡിയോകളെല്ലാം നമുക്ക് കാണാനും പഠിക്കാനും പഠിക്കും. എന്നിട്ടും നമുക്ക് ഇതൊന്നും കാര്യങ്ങളും അറിയാതെ, പഠിക്കാതെ, അതിലൊന്നും ചെവി കൊടുക്കാതെ നമ്മുടെ ഉസ്താദുമാർ, അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യമുള്ള ആളുകൾ, നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ബാപ്പകാരണന്മാർ ചെയ്തു വന്ന കാര്യങ്ങളല്ലേ ഇന്ന് സമൂഹത്തിൽ നോക്കുമ്പോൾ കൂടുതൽ ആളുകളും അതിൻ്റെ പിന്നിലല്ലേ? നല്ല ഭക്ഷണം കൊടുക്കലല്ലേ, മിഠായി കൊടുക്കലല്ലേ, പായസം കൊടുക്കലല്ലേ എന്നൊക്കെ പറഞ്ഞു നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ നോക്കണം, ഇത് അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ചിട്ടുണ്ടോ? സച്ചരിതായ മുൻഗാമികളുടെ ജീവിതത്തിൽ 400 വർഷത്തോളം അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്ലാമിക ഭരണം അവിടെ നടത്തിയിട്ടുണ്ട്. 4 നൂറ്റാണ്ടുകളോളം അവർ ഇസ്ലാമിക ഭരണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെയൊക്കെ മാതൃകയിൽ, അവരുടെയൊക്കെ ഭരണകാലത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, പ്രവാചകന്റെ ജന്മദിനം എന്ന പേരിൽ നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതിനുള്ള തെളിവുകളുണ്ടോ എന്ന് ചോദിക്കണം. അള്ളാഹുവിന്റെ റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്തതൊന്നും നമ്മൾ സ്വീകരിക്കരുത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് മഹാനായ സുഫിയാനു സൗരി റഹിമഹുല്ല പറയുന്നുണ്ട്, അൽ ബിദ്അതു അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയ്യ,
പിശാചിന്, മനുഷ്യന്റെ മുഖ്യ ശത്രുവായ പിശാചിന് മനുഷ്യനെ കൊണ്ട് വൻ പാപങ്ങൾ, വലിയ വലിയ തിന്മകൾ ചെയ്യിക്കുന്നതിനേക്കാൾ ഇഷ്ടം ബിദ്അത്ത് ചെയ്യിക്കുന്നതാണ്. മതത്തിൽ പുത്തനാചാരങ്ങൾ അത് നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദുർമന്ത്രം നടത്തി മനുഷ്യനെ കൊണ്ട് ബിദ്അത്ത് ചെയ്യിക്കുന്നതാണ് പിശാചിന് മനുഷ്യൻ മറ്റുള്ള ചില ദോഷങ്ങൾ ചെയ്യിക്കുന്നതിനേക്കാൾ ഇഷ്ടമെന്ന് താബിഈ പണ്ഡിതനായ സുഫിയാനു സൗരി റഹിമഹുല്ല പറയുന്നുണ്ട്. എന്താ കാരണം ബിദ്അത്ത് ചെയ്യിപ്പിക്കാൻ? ഫൽ മഅസിയതു യുതാബു മിൻഹ. ഈ തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ അവനെ വിളിച്ച് ഉപദേശിച്ചാൽ ചിലപ്പോൾ അവളെ തെറ്റുകളിൽ നിന്ന് മാറും. ഇപ്പോൾ കള്ളുകുടിയൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോശമായ പ്രവർത്തനമൊക്കെ ചെയ്യുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യാം? അവരെ വിളിച്ച് അതിൻ്റെതായ അപകടങ്ങളെക്കുറിച്ചും അതിൻ്റെതായ നാശങ്ങളെക്കുറിച്ചും തിന്മകളുടെ ഗൗരവമൊക്കെ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അവർ പിന്നീട് അത് മാറി അതിൻ്റെ തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചവർ തൗബ ചെയ്ത് മടങ്ങും. എന്നാൽ ബിദ്അത്ത് ചെയ്യുന്ന ആളോ, ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾക്ക് വൽ ബിദ്അതു ലാ യുതാബു മിൻഹാ എന്നാണ്. ബിദ്അത്ത് ചെയ്യുന്ന ആൾ ഒരിക്കലും തൗബ ചെയ്യൂലെന്ന്. കാരണം എന്താ? അവൻ ചെയ്യുന്നതൊക്കെ നന്മയാണ്, നല്ല നല്ല കാര്യങ്ങളല്ലേ, തിന്മയൊന്നല്ലല്ലോ. അവൻ്റെ കാഴ്ചപ്പാടിൽ, അവൻ്റെ മനസ്സിൽ അവൻ പ്രതിഫലം കിട്ടുമെന്ന് കരുതുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നല്ല കാര്യങ്ങളെ ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ ഒരിക്കലും അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങാൻ തയ്യാറാവുകയില്ല. അതുകൊണ്ട് പിശാച് അവനെ ബിദ്അത്ത് ചെയ്യിക്കുന്നതിനാണ്, മറ്റുള്ള തിന്മകൾ ചെയ്യിക്കുന്നതിനേക്കാൾ കൂടുതൽ അവനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ, മുൻഗാമികൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകം അടിവരട്ട് മനസ്സിലാക്കേണ്ട സാധനം. മരണം വരെ അവർ ചെയ്തുകൊണ്ടേയിരിക്കും ബിദ്അത്ത് കാര്യങ്ങൾ. കാരണം അവർക്കതിൽ ഒരു മനസ്സിനകത്ത് കുത്തുണ്ടാവില്ല. ചെയ്യുന്നതെല്ലാം നന്മയല്ലേ, സ്വലാത്തല്ലേ, ദിക്റല്ലേ, ദുആ അല്ലേ, നമസ്കാരമല്ലേ എന്നവർ പറയാ. പക്ഷെ അവിടെയൊക്കെ ചോദിക്കണം, അള്ളാഹുവിന്റെ റസൂൽ അത് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന്. പഠിപ്പിക്കാത്ത കാര്യമാണെങ്കിൽ അത് ബിദ്അത്താണ്. അതുകൊണ്ട് അത്തരക്കാർ ആ ബിദ്അത്തിൽ മരണം വരെ നിലനിൽക്കുമെന്നാണ്. അവർക്ക് തൗബ ചെയ്യാൻ അവസരമുണ്ടാവുകയില്ല. മറ്റുള്ള തിന്മകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് തൗബ ചെയ്യാൻ അവസരം പിന്നീട് വരും. അപ്പോൾ അവർ ആ പാപങ്ങളിൽ നിന്ന് തിരിച്ചു മടങ്ങും. അപ്പോൾ അവർ അള്ളാഹുവിന് മുമ്പിൽ രക്ഷപ്പെട്ട ആളുകളോ. ഇവരെ രക്ഷപ്പെടൂല. അതുകൊണ്ടാണ് പിശാച് സ്വർഗത്തിലായിരുന്നല്ലോ, മനുഷ്യന്മാരെ പിഴപ്പിച്ചതിന്റെ പേരിൽ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പിശാചിനെ പുറത്താക്കിയത്. ആ പുറത്താക്കിയ സമയത്ത് പിശാച് അള്ളാഹുവിനോട് പ്രതിജ്ഞ പറയുന്നുണ്ട്. സൂറത്തുൽ അറാഫിലെ 16-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? ഖാല ഫബിമാ അഗ്വൈതനി ലഅഖുദന്ന ലഹും സിറാത്തൽ മുസ്തഖീം. ഈ മനുഷ്യന്മാരെ പിഴപ്പിച്ചതിന്റെ പേരിലല്ലേ, അവരെ വഴികേടിലാക്കിയതിന്റെ പേരിലല്ലേ അള്ളാഹ് നീ എന്നെ ഈ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. അതുകൊണ്ട് ഈ മനുഷ്യന്മാർ സിറാത്തുൽ മുസ്തഖീമിൽ, ശരിയായ മാർഗത്തിൽ എവിടൊക്കെയോ പ്രവേശിക്കുന്നോ ആ മാർഗത്തിൽ ഞാൻ ഇരുന്ന് അവരെ ഞാൻ തെറ്റിപ്പിക്കുമെന്ന് അള്ളാഹുവിനോട് പ്രതിജ്ഞ പറഞ്ഞതാണ്. മനുഷ്യന്റെ മുഖ്യ ശത്രുവാണ് പിശാച്. എന്താ പറഞ്ഞത്? നേരായ വഴിയിൽ സിറാത്തുൽ മുസ്തഖീമിൽ സഞ്ചരിക്കുന്ന ആളുകളുടെ ആ മാർഗത്തിന് നടുവിലിരുന്ന് അവരെ വഴിപിഴപ്പിക്കാൻ വേണ്ടി ഞാൻ അശ്രാന്ത പരിശ്രമം നടത്തും. കാരണം ഇവർ കാരണമാണ് ഞാൻ നരകത്തിന്റെ അവകാശിയായി എന്നാണ്. എന്നിട്ട് പറഞ്ഞില്ല, ثُمَّ لَآتِيَنَّهُمْ مِنْ بَيْنِ أَيْدِيهِمْ وَمِنْ خَلْفِهِمْ وَعَنْ أَيْمَانِهِمْ وَعَنْ شَمَائِلِهِمْ وَلَا تَجِدُ أَكْثَرَهُمْ شَاكِرِينَ. തീർന്നില്ല, നാം അവരുടെ മുന്നിലൂടെ പോയി നോക്കും, അവരുടെ പിന്നിലൂടെ പോയി നോക്കും, അവരുടെ വലതു ഭാഗങ്ങളിൽ പോയി നോക്കും, അവരുടെ ഇടത് ഭാഗങ്ങളിൽ പോയി നോക്കും. അവർ ദീനിന്റെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് പ്രവേശിക്കുന്ന അവരുടെ 4 ഭാഗങ്ങൾ ഏതൊക്കെയാണോ അതിലൂടെയൊക്കെ ഞാൻ അവരിലേക്ക് പ്രവേശിക്കും. എന്നിട്ട് ഞാൻ അവരെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വഴിപിഴപ്പിക്കും. എന്നിട്ട് അള്ളാഹുവിനോട് പറയാണ്, നിനക്ക് ശുക്ർ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹുവിനോട് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് പിശാച്. ഈ ശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, ഇന്ന ശൈത്വാന ലക്കും അദുവ്, തീർച്ചയായും മനുഷ്യന്റെ മുഖ്യ ശത്രുവാണ് പിശാച്. ഫത്തഖിദൂഹു അദുവ, അതുകൊണ്ട് നിങ്ങൾ അവനെ ശത്രുവായിക്കൊണ്ട് തന്നെ ഗണിക്കണം. അവനൊരിക്കലും മിത്രമാക്കരുത്. ഒരു തരത്തിലും, ഒരു നിമിഷത്തിലും, ഒരു സെക്കൻഡിൽ പോലും ബോധപൂർവമോ അബോധപൂർവമോ അവനെ നിങ്ങൾ മിത്രമാക്കരുത് എന്നാണ് പറഞ്ഞത്. കാരണം ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബി സഈർ,
പിശാചും പിശാചിന്റെ ആളുകളും നിങ്ങളെ കത്തിജ്വലിക്കുന്ന നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത് എന്ന് സൂറത്തുൽ ഫാത്തിറിലെ 6-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. നേരായ ചൊവ്വായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന മുവഹിദീങ്ങളെ, സലഫി ആദർശമുള്ളവരെ, ദീൻ ശരിയായി പഠിച്ചവരെ, അവരെ പിഴപ്പിക്കുവാൻ വേണ്ടി മനുഷ്യന്റെ മൊക്ക് ശത്രുവായ പിശാചി അവർ സഞ്ചരിക്കുന്ന നേരായ മാർഗത്തിൽ നടുവിലിരുന്ന് അവരെ പിഴപ്പിക്കുവാൻ പിശാചി ശ്രമിക്കും. അവരെവിടെയാണോ അവർ ആദർശം പണയം വെക്കുന്നത്, അവരുടെ മനസ്സിനകത്താണോ, അവർ പുറത്തേക്കൊന്നും കാണിക്കുന്നില്ല. അതൊക്കെ ശരിയാണ്, മിഠായിയല്ലേ, പായസമല്ലേ, നബിയുടെ പേരിലല്ലേ, ഖൈറല്ല കാര്യം, ഭക്ഷണമല്ല കൊടുക്കുന്നത് എന്ന ചിന്ത പോലും വന്നു കഴിഞ്ഞാൽ പിശാച് അവിടെ വിജയിച്ചു എന്നാണ്. കാരണം അവനെ പിഴപ്പിക്കുവാൻ ഏത് ഭാഗത്ത് കൂടി പ്രവേശിച്ചാലാണ് പിഴച്ചു പോവുക എന്ന് പിശാചി ജാഗ്രതയോടുകൂടി അവനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് നമ്മളെല്ലാവരും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കാര്യമാണോ നമ്മെ പഠിപ്പിച്ചത് അതാണ് ദീന്. അതല്ലാത്തതെല്ലാം ദീനല്ല, അതുപോലെ തന്നെ ബിദ്അത്താണ് എന്ന് നമ്മൾ പഠിക്കുക. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം അൽ അഹ്സാബ് സൂറത്തിലെ 21-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. തീർച്ചയായും മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആർക്കാണത്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അല്ലാഹുവിനെയും പരലോകത്തെയും ചിന്തിക്കുന്ന, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നും സ്വർഗം ലഭിക്കണമെന്നും ആർക്കൊക്കെ ആഗ്രഹമുണ്ടോ ആ ആഗ്രഹമുള്ളവർക്കെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉത്തമമായ മാതൃകയുണ്ടെന്ന് അല്ലാഹ് തന്നെ വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം അൽ അഹ്സാബ് സൂറത്തിലെ 21-ാമത്തെ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. വദക്കറല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളം ഓർത്ത് സ്മരിച്ച് ദിക്ർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രവാചകന്റെ ജീവിതത്തിൽ ഉത്തമമായ മാതൃകയുണ്ടെന്ന് പഠിപ്പിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, സുന്നത്ത് എന്താണെന്നും ബിദ്അത്ത് എന്താണെന്നും പഠിക്കുക നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നിർബന്ധ ബാധ്യതയാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിന്റെ മാർഗത്തിൽ നമ്മൾ ന്യൂനപക്ഷമാണെങ്കിലും ഒറ്റപ്പെട്ടവരാണെങ്കിലും കൂട്ടത്തിൽ ആളുകൾ കുറവാണെങ്കിലും ആ സുന്നത്തിനെ നമ്മുടെ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിച്ച് ഒരു കാരണവശാലും ഒരു നിമിഷത്തിലും ഒരു സമയത്ത് പോലും ബിദ്അത്ത് ചെയ്യുന്നവന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുകയില്ല എന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കുകയും അള്ളാഹുവിനോട് യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിൽ മരണം വരെ എന്നെ നീ നയിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ വലിജമീഇൽ മുസ്ലിമീൻ ഇന്നഹു വൽ ഗഫൂർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്നെന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. കഴിഞ്ഞ ആഴ്ചയിൽ 2-ാമത്തെ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ജുമഅയുടെ പ്രത്യേകതകളും അതിൻ്റെ മാഹാത്മ്യങ്ങളും. അതുപോലെ തന്നെ ജുമഅക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില അദബുകൾ, മര്യാദകൾ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചു പോയിരുന്നു ഉസ്ലു യൗമിൽ ജുമഅ വാജിബ്. വെള്ളിയാഴ്ച ജുമഅക്ക് നമ്മൾ കുളിക്കുക എന്നുള്ളത് വാജിബാണ് എന്ന് പറയും. സാധാരണ നമ്മൾ കുളിച്ചു വരുന്ന ആളുകളാണ്, വെള്ളിയാഴ്ച കുളിക്കാത്തവരാരും ഉണ്ടാവില്ല. പക്ഷെ സാധാരണ കുളിച്ചു വരുന്ന പോലെയല്ല കുളിക്കേണ്ടത്. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു ഉസ്ലുൽ ജനാബ, ജനാബത്തുകാരൻ കുളിക്കുന്ന പോലെ. ഒരാൾ തൻ്റെ ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ജനാബത്തുകാരനായി മാറും. ആ സമയത്ത് കുളിക്കുമ്പോൾ സാധാരണ കുളി പോലല്ല. കുളിയുടെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? കൈകളൊക്കെ നന്നായി വൃത്തിയാക്കിയിട്ട് ഉളു ഒക്കെ ചെയ്ത്, ലൈംഗിക അവയവങ്ങളൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് ഉളു ഒക്കെ ചെയ്ത് പിന്നെ ആണ് അതിന് കുളിക്കേണ്ടത്. അതേ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളിയാഴ്ചക്ക് വേണ്ടി, ജുമഅക്ക് വേണ്ടി നമ്മൾ വരുമ്പോൾ അത്തരത്തിലുള്ള നിയ്യത്ത് വെച്ചിട്ടാണ് കുളിച്ചു വരേണ്ടത്. ജുമഅക്ക് പോവുകയാണ് എന്നുള്ള നിയ്യത്ത് വെച്ച്, അതുപോലെ തന്നെ ഉളു ഒക്കെ എടുത്ത്
എന്നിട്ട് നമ്മൾ ശരീരത്തിൽ വെള്ളം ഒഴിക്കുമ്പോൾ ശരീരത്തിന് മുഴുവൻ ഭാഗങ്ങളും നല്ല ഉരച്ച് കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെയാണ് വേണ്ടത്. അങ്ങനെയാണല്ലോ ജനാബത്ത് കുളിക്കേണ്ടത്. മറ്റുള്ള കുളി എന്ന് പറഞ്ഞാൽ സാധാരണ വെള്ളം ശരീരത്തിന് മുഴുവൻ ഭാഗങ്ങൾക്ക് എത്തിക്കഴിഞ്ഞ കുളിയായി. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ജനാബത്ത്. അപ്രകാരമാണ് കുളിക്കേണ്ടത്. ഇനിയോ രണ്ടാമത്തെ കാര്യം, ലബ്സു സിയാബുൽ ജമീൽ, ഏറ്റവും ഭംഗിയുള്ള വസ്ത്രം ധരിക്കണം. സാധാരണ നമ്മൾ ഒരു വിരുന്നിനോ ഫംഗ്ഷനോ 4 ആളുകൾ കൂടുമ്പോൾ നമ്മൾ എന്തായാലും കൂട്ടത്തിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള വസ്ത്രമാണ് ധരിക്കുക. അതുപോലത്തെ വസ്ത്രമാണ് പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മൾ ധരിക്കേണ്ടത്. പ്രത്യേകിച്ച് എല്ലാ ഭക്തനും വരുമ്പോൾ അങ്ങനെ തന്നെ ധരിക്കണം. ഖുദൂ സീനത്തക്കും ഇന്ദ കുല്ലി മസ്ജിദ് എന്നാണ്. നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് വരേണ്ടത്. ഇപ്പൊ നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ 4 ആളുകൾ കൂടുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ നമ്മൾ എടുത്ത വസ്ത്രത്തിൽ ഏറ്റവും നല്ല വസ്ത്രമാണ് നമ്മൾ ധരിക്കുക. അതേ വസ്ത്രമായിരിക്കണം. കാരണം അള്ളാഹുവിൻ്റെ മലക്കുകൾ നിബിഡമായി നിൽക്കുന്ന, നിറഞ്ഞു നിൽക്കുന്ന സദസ്സാണ് അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ, അള്ളാഹുവിൻ്റെ വീടുമാണ്. അതുപോലെ തന്നെ ഏറെ പ്രതിഫലം കിട്ടുന്നതുമാണ്. അതുകൊണ്ട് 4 ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലവും കൂടെയാണ് എന്ത്, ജുമയുടെ ദിവസം. അതുകൊണ്ട് നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളതും. ഇനി അൽ ഇഖ്തിറാബു മിനൽ ഇമാം, ഇമാമുമായി ഏറ്റവും അടുത്ത് നിൽക്കുകയും വേണം. സാധാരണ നമ്മളെല്ലാവരും പള്ളിയിൽ ചിലപ്പോൾ നേരത്തെ എത്തും. പക്ഷെ എന്ത് ചെയ്യും, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി ഇരിക്കും. അല്ല, ഒന്നാമത്തെ സഫിലിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ യഅലമു الناس ما في النداء وما في الاول ലഅതവഹുമാ വലൗ ഹബ്വ എന്നാണ്. ആരെങ്കിലും ഒന്നാമത്തെ സഫിനും ബാങ്ക് വിളിക്കുമുള്ള പ്രതിഫലം അറിയുകയാണെങ്കിൽ ആ ബാങ്ക് വിളിക്കാനും ഒന്നാമത്തെ സഫിലെത്താനും അവൻ്റെ കാലുകൊണ്ട് കഴിയില്ലെങ്കിൽ മുട്ടിൽ ഇഴഞ്ഞുകൊണ്ടെങ്കിൽ അവൻ എത്തി ഒന്നാമത്തെ സഫിലെത്തുമെന്നാണ്. അതാണ് ലഅതവഹുമാ വലൗ ഹബ്വ എന്ന്. ഇഴഞ്ഞുകൊണ്ട്, കാലുകൊണ്ട് എന്തായാലും നടക്കാൻ ഭയങ്കര പ്രയാസമുണ്ട്. മുട്ട് കുത്തി വന്നെങ്കിലും പോനെ അവന് ഒന്നാമത്തെ സഫിലും ബാങ്ക് കൊടുക്കാനും അതിൻ്റെ പ്രതിഫലം കിട്ടാനും വേണ്ടി അവൻ എത്തുമെന്ന്. അത്രമാത്രം പ്രതിഫലം. അതുകൊണ്ട് ആദ്യമായി വരുന്നവർ ഒന്നാമത്തെ സഫ് ഇരിക്കാം. അത് പൂർത്തിയായി രണ്ടാമത്തെ സഫിൽ. അപ്പോൾ ജുമഅക്ക് വരുമ്പോൾ ആ മര്യാദയും വേണം. അൽ ഇഖ്തിറാബു മിനൽ ഇമാം, ഇമാമിനോട് ഏറെ ചേർന്ന് നിൽക്കണമെന്ന്. അത് ജുമയുടെ നമ്മുടെ മര്യാദയിൽപ്പെട്ടതാണ്. അത് നമ്മൾ പ്രത്യേക ജുമഅക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. സഫുകൾ ആദ്യമായി പൂർത്തീകരിച്ചിട്ടാണ് പിന്നീട് നമ്മൾ അടുത്തടുത്ത സഫുകളിലേക്ക് ഇരിക്കേണ്ടത്. ഒന്നാമത്തെ സഫ് പൂർത്തിയായി എന്ന് കണ്ടെങ്കിൽ മാത്രമേ രണ്ടാമത്തെ സഫിലേക്ക്. അത് നമസ്കരിക്കുമ്പോൾ അങ്ങനെ തന്നെ. വജാ റബ്ബുക വൽ മലക്കു സഫൻ സഫ എന്ന് പറഞ്ഞത്. നാളെ പരലോകത്ത് അള്ളാഹും പിന്നെ അവൻ്റെ മലക്കുകൾ അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കൽ സഫൻ സഫ എന്നാണ്. കാരണം ഒരു സഫ് മുഴുവൻ പൂർത്തിയാക്കി, ഒരു നിര മുഴുവൻ പൂർത്തിയാക്കി, ലൈന് പൂർത്തിയാക്കിയില്ല, അടുത്ത നിരയിലേക്ക് മലക്കൾ നിൽക്കുള്ളൂ. അങ്ങനെ ആയിരിക്കും അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുക. അതേ രൂപത്തിലായിരിക്കണം നിസ്കരിക്കുമ്പോൾ, ഇമാമും ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ നിങ്ങൾ നിൽക്കേണ്ടതെന്നൊക്കെ ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ടൊക്കെ ഇമാമുങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അപ്രകാരം ജുമയുടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, ഈ പുണ്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ജുമയ്ക്ക് പ്രത്യേകം വരിക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അൽ-ഗഫൂറും അഫ്ഫാറുമായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പുറത്തു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين والمستضعفين في غزة وفلسطين وسوريا ولبنان. اللهم انصر المسلمين في بلاد الهند. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم دمر أعداءك وأعداء الدين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. ربنا تقبل منا. اللهم ربنا تقبل منا دعاءنا وصلاتنا وركوعنا وسجودنا وسائر أعمالنا يا رب العالمين. اللهم ربنا تقبل منا إنك